ഹായ്, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പറായിരുന്നു. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയ്യിൽ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് വരും, നെയ്ക്കകത്ത് ഇടുമ്പോൾ തന്നെ നല്ലൊരു മണവും വരും. അപ്പം നമ്മൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ തേങ്ങാക്കൊത്ത് നമ്മൾ അതിനകത്തോട്ട് ഇടുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ചിക്കിക്കൊണ്ടേ ഇരിക്കണം. പക്ഷേ ഞങ്ങൾ കുറേ നേരം ചിക്കിക്കൊണ്ടേ ഇരുന്നപ്പോൾ തന്നെ അത് ഇത്തിരി കരി, കാരണം നല്ല ചട്ടിക്ക് നല്ല ചൂടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കരി പിടിക്കുന്ന ടൈപ്പ്. അപ്പോൾ പൊക്കിയൊക്കെ നമ്മൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ നമ്മൾ വഴച്ചിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാളോട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഉള്ള സംഭവമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. എള്ള് കിട്ടിയിട്ടില്ല, പിന്നെ പാളയംതോടൻ പഴം കിട്ടിയില്ല. സാധാരണ പാളയംതോടൻ പഴം വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഇതിപ്പം പച്ചപ്പഴം ഉണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. മോറീസ് പഴമെന്നും റോബസ്റ്റ പഴമെന്നും അങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ പച്ചപ്പഴമെന്നും പറയും. അപ്പോൾ എന്തൊക്കെയാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്കിങ്ങനെ ചുമ്മാ നമ്മൾ തേങ്ങ കഴിക്കുമല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതിന് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റൻ്റ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പുട്ടുപൊടിയാണ് ആവശ്യം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പുട്ടുപൊടിയാണ്. അപ്പോൾ പുട്ടുപൊടി കുറച്ചും കൂടെ അറിയാമല്ലോ, ഫൈൻ പൗഡറല്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ എന്ത് പറ്റും, കുറച്ചും കൂടെ ഫൈനായിട്ട് നമുക്ക് കിട്ടും. അപ്പം വേണ്ടത് 1 കപ്പ് പുട്ടുപൊടിയാണ്. 1 കപ്പ് പുട്ടുപൊടി കണ്ടോ, നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. പിന്നെ റവ 1 ടീസ്പൂൺ മതി. അപ്പം എല്ലാ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സോഡാപ്പൊടി ഉണ്ടല്ലോ, സോഡാപ്പൊടിയും കൂടി ഇടണം. പിന്നെ ഞാൻ ഇത്തിരി അല്പം ഉപ്പും കൂടെ ഇടും, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി വേണ്ടത് നമുക്ക് ശർക്കര ഉരുക്കാണ്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, 1 kg ശർക്കര, ഈ ശർക്കരയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഉരുക്കാൻ വേണം. അപ്പോൾ 3 ഏലക്ക ഞാൻ അതിനകത്തോട്ടാണ് ഇടുന്നത്. അപ്പം അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക. ഇതൊരു 1/2 കപ്പ് വെള്ളം മതി. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട്, ഇപ്പോഴാണ് കേട്ടോ ഞാൻ പഴത്തിൻ്റെ കാര്യം ഓർത്തത്. ഞാൻ പറഞ്ഞില്ലേ പച്ചപ്പഴം എവിടെ കിട്ടത്തുള്ളൂ, അപ്പോൾ പച്ചപ്പഴമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 പച്ചപ്പഴം ഇടുക. അത് ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ടിടുകയാണെങ്കിൽ മിക്സിയിൽ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ നന്നായിട്ട്, സാധാരണ നമ്മൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോൾ ഒരു പഴത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിൽക്കും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടാണ് ഞാൻ വെക്കാറ്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചൊഴിച്ചെടുക്കുക. പിന്നെ ഞാൻ ഇത്തിരി ശർക്കര പാനിയും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചത്, ചൂടോടെയാണ് കേട്ടോ ഒഴിച്ചത്. ഞാൻ വിചാരിച്ചു ഗ്ലാസ് എങ്ങാനും പൊട്ടിപ്പോകുന്നു. പക്ഷെ ഈ ആക്രാന്തം നമ്മൾ പറയുമല്ലോ, ഇതിൻ്റെ പുറത്ത് ഇതെല്ലാം ഇട്ടതാണ്. പിന്നെ അവസാനം ആ തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇട്ടു. അപ്പം മിക്സിയിലൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് റെഡി അടിച്ചാൽ മതി. അപ്പോൾ തന്നെ ഇതെല്ലാം റെഡിയായി കിട്ടിക്കോളും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പാത്രം കൂടെ ഒന്ന് മാറ്റി, കണ്ടോ ഇതുപോലെ കിട്ടും. നല്ല ഈ ഒരു പരുവത്തിനാകുമ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടി. കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഒന്ന് കൈ കൊണ്ട് എടുക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാണ് അതിശയം. കാരണം അത്രയ്ക്ക് കൊതിയായിരുന്നു ഉണ്ണിയപ്പം ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക സ്മെല്ല് വരുന്നത് കേട്ടോ. അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ മാക്സിമം യൂസ് ചെയ്യുക. ഇവിടെ സാധാരണ എല്ലാവരും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്, സൺഫ്ലവർ ഓയിലോ അങ്ങനെയൊന്നും എടുക്കാറില്ല. പൊതുവേ ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പം നമ്മൾ ഈ കലക്കിയ മാവ് നമ്മൾ കുറച്ചായിട്ട്, ആദ്യം ഞങ്ങളെടുത്ത സ്പൂൺ അത്ര ശരിയായില്ല. അപ്പം ഇങ്ങനെ ഒഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ വീഴുന്ന ടൈമിൽ തന്നെ ഭയങ്കര സ്മെല്ലടിക്കും. ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു മണം ഉണ്ടല്ലോ, ആ സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലായിരുന്നു. ഒന്നാമത് കൊതി കാരണം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല വീട്ടിൽ. ഇതിപ്പോൾ മോനും കൂടെ ഉള്ളത് കാരണം അവനും കൂടെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് കുറച്ചധികം നമ്മൾ എടുത്തെന്ന് മാത്രം. അപ്പോൾ ഏറെക്കുറെ നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ തവി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം ഞാൻ ആദ്യം എടുത്ത സ്പൂൺ അത്ര നല്ലതല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ കൊതി കാരണം ഒന്നും മറിച്ചിട്ട് നോക്കി, പക്ഷെ ആയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞൊരു ബ്രൗൺ കളറിലാണ് ഇത് വരേണ്ടത്. ആ ബ്രൗൺ കളർ വരുമ്പോൾ മാത്രം നമ്മളൊന്ന് മാറ്റിയിട്ട് കൊടുക്കാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. പക്ഷെ സംഭവം ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യുന്നത്.
അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും ഞാൻ മറിച്ചിട്ടു. ഇപ്പോൾ കുറേ നേരം അത് ഇരിക്കണമല്ലോ. അപ്പം നമ്മൾ ഗ്യാസ് ഫുൾ ഇതിനകത്താണ് വേണം ഇടാൻ കേട്ടോ. അപ്പം കുറച്ച് നേരം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രൗൺ കളറായിരിക്കുന്നു. അപ്പോഴാണ്ട് പിന്നെയും സ്മെല്ല് വരുന്നു. എനിക്കാണെങ്കിൽ കഴിക്കാഞ്ഞിട്ട് വയ്യായിരുന്നു. മോനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സ്മെല്ലിങ്ങനെ പിടിക്കുമായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ മറിച്ചിട്ടപ്പോൾ ഇത്രയും ഒരു ബ്രൗൺ കളർ മതി, കാരണം ഇല്ലെങ്കിൽ ഒരു കരിഞ്ഞു പോവും. അപ്പോൾ അത് കാരണം ഇത്രയും ഞാൻ ബ്രൗൺ നിറം ആക്കിയുള്ളൂ. അപ്പോൾ അകത്തൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ 10 എണ്ണം കിട്ടി. അപ്പോൾ നമ്മളത് മറിച്ചിടുകയാണ്. സംഭവം നല്ലതാണ് കേട്ടോ, കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരാൾ വരുവാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പഴവും അതേപോലെ മൈദപ്പൊടിയും, വേണമെങ്കിൽ മൈദപ്പൊടിയും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി നമുക്ക് സ്കിപ്പ് ചെയ്യാം. പൊട്ടുപൊടി മാത്രമായാലും മതി, അത് തന്നെ ധാരാളമാണ്. പിന്നെ ചില ആൾക്കാർ റവ ഇടും ക്രിസ്മസിന് വേണ്ടിയിട്ട്, അത്രയും മതി. ആ 2 സംഭവം തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. പിന്നെ ചിലയിടത്തൊക്കെ എള്ളും സ്റ്റോക്കൊക്കെ കാണുമല്ലോ. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല, സാധാരണ ഇവിടെ ഉണ്ടാകുന്നതാണ്. ഇപ്രാവശ്യം നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിച്ചിട്ട് എനിക്ക് വയ്യ. സത്യം പറഞ്ഞാൽ ടേസ്റ്റ് കൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ വളരെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് മാറ്റിയിടുകയാണ്. ഭയങ്കര എണ്ണയല്ലേ, അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അപ്പം ഈ നമ്മൾ ഫോക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കൊതി കാരണം വേറെ ഒന്നും കണ്ടില്ല. ഫോർക്കെങ്കിൽ ഫോർക്കെന്നും പറഞ്ഞുകൊണ്ട് എടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത്, കാരണം ഇത് 10 എണ്ണം ഉണ്ടല്ലോ, ഇത് തിന്ന് തീർക്കണം. അപ്പം അവനാണെങ്കിൽ അവിടെ നിന്ന് കയറ് പൊട്ടിക്കുന്നു വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ചൂടൊക്കെ മാറാൻ വേണ്ടി ഊതി കൊടുക്കുകയാണ്. തുറന്ന് നോക്കിയപ്പോൾ ഭയങ്കര സോഫ്റ്റ്നെസ്സാണ്. കാരണം നമ്മൾ കടയിൽ നിന്ന് എങ്ങനെ ഉണ്ണിയപ്പം മേടിക്കും അതുപോലെ തന്നെയുണ്ട്. നല്ല മധുരമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അവൻ രണ്ടാമത്തെ ട്രിപ്പാണ്, പക്ഷേ സംഭവം സൂപ്പറാണ്. നിങ്ങളും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. സംഭവം സക്സസ് ആണ് കേട്ടോ.